ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സിൻറ്റാക്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ ലോജിക്കാണ്. സോ ഫസ്റ്റ് ഓർഡർ ലോജിക്ക് ആദ്യമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ സിൻറ്റാക്സ് ആണ്. സോ ഫസ്റ്റ് ഓർഡർ ലോജിക്ക് എന്താ, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ മുന്നേ നോക്കി. ഇപ്പം സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ പ്രപ്പോസിഷണൽ ലോജിക്കിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഫസ്റ്റ് ഓർഡർ ലോജിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം നമ്മുടെ പ്രപ്പോസിഷണൽ ലോജിക്കിൻ്റെ കേസിൽ ഇപ്പം ഫ്ലവർ ഈസ് റെഡ് അല്ലെങ്കിൽ എന്തുവാ ബോയ്സ് ലൈക്ക് ഫുട്ബോൾ ദേ അങ്ങനെ പറയുന്ന ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിൽ പ്രപ്പോസിഷണൽ ലോജിക്കിൽ ഒതുങ്ങും. പക്ഷേ ഫസ്റ്റ് ഓർഡർ ലോജിക്ക് എന്ന് പറയുമ്പോൾ ദേർ എക്സിസ്റ്റ് എ ബോയ് ലൈക്ക് ഫുട്ബോൾ, എവ്രി വൺ ലൈക്ക് ക്രിക്കറ്റ്, എവറി വൺ പ്ലേ ഫുട്ബോൾ, അങ്ങനെയുള്ള സെൻറ്റൻസ് ഒക്കെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ലോജിക്കിലാണ് വരുന്നത്. അതായത് നമ്മുടെ പ്രപ്പോസിഷണൽ ലോജിക്കിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഫസ്റ്റ് ഓർഡർ ലോജിക്ക് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇതിനെ പ്രെഡിക്കേറ്റ് ലോജിക്ക് എന്നും പറയും. ഇപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് നിങ്ങൾ ഓർത്ത് വെച്ചോണം. നമ്മുടെ ഫസ്റ്റ് ഓർഡർ ലോജിക്ക് എന്ന് പറയുന്ന പ്രപ്പോസിഷണൽ ലോജിക്കിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇതിനെ പ്രെഡിക്കേറ്റ് ലോജിക്ക് എന്നും പറയും. ഓക്കെ, ഇനി FOL മോഡൽസ് ദ വേൾഡ് ഇൻ ടേംസ് ഓഫ്, അതായത് നമ്മുടെ FOL നമ്മുടെ വേൾഡിനെ, അതായത് റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെ ഇത്രയും ടേംസിലാണ് എന്ത് ചെയ്യുന്നത്, മോഡൽ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് എന്തായി ടേംസ് എന്ന് നോക്കുക. ഒബ്ജക്റ്റ്, പ്രോപ്പർട്ടീസ്, റിലേഷൻ, ഫംഗ്ഷൻ. എന്തൊക്കെയാണ്? ഒബ്ജക്റ്റ്, പ്രോപ്പർട്ടീസ്, റിലേഷൻ, ഫംഗ്ഷൻ. OPRF. എന്തെങ്കിലും ഇതുപോലത്തെ കോഡൊക്കെ വെച്ച് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എക്സാം ടൈം ആകുമ്പോൾ കാര്യം മറന്നു പോവും. OPRF എന്നോ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ബേസിലാണ് FOL എന്ത് ചെയ്യുന്നത്, വേൾഡിനെ മോഡൽ ചെയ്യിപ്പിക്കുന്നത്. ആദ്യം ഞാൻ എക്സാമ്പിൾ പറയാം. ഒബ്ജക്റ്റിൻ്റെ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ്, ടീച്ചർ, സ്റ്റാഫ്, ഡ്രൈവർ, അങ്ങനത്തെ നൗണ് പോലത്തെ സംഭവങ്ങളില്ലേ, അത് തന്നെയാണ്. അതായത് വിച്ച് ആർ ദ തിങ്സ് വിത്ത് ദ ഇൻഡിവിജ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സിനെയൊക്കെയാണ് ഒബ്ജക്റ്റിൽ വരുന്നത്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളിപ്പോൾ പറയത്തില്ലേ ഓവൽ, ലാർജ്, അതായത് ഇപ്പം ബോക്സ് ഈസ് ലാർജ്, അല്ലെങ്കിൽ എന്താ ഇപ്പം ഫ്ലവർ ഈസ് എന്താ ഫ്ലവറീസ്, അല്ലെങ്കിൽ പോട്ടീസ് നോവൽ ഷേപ്പ്, അങ്ങനെയൊക്കെ പറയത്തില്ലേ. അതായത് പ്രോപ്പർട്ടീസ്, അതായത് ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സഹായിക്കുന്ന വസ്തുതകളെയാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡിസ്റ്റിങ്വിഷ് ആൻ ഒബ്ജക്റ്റ് ഫ്രം അതർ, ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഓർത്ത് വെച്ചിരുന്ന ഈ ഒരു സെൻറ്റൻസ് നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഇനി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഹോൾഡ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റുകളെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒന്നാണ് റിലേഷൻ. എക്സാമ്പിൾ ഇപ്പം എന്താ ബ്രദർ ഓഫ്, ഫാദർ ഓഫ്, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇപ്പോൾ ഫാദർ ഓഫ് മാളു, ബ്രദർ ഓഫ് അപ്പു, അതൊക്കെ പറയുന്നതാണ് റിലേഷൻസ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ റിലേഷൻ്റെ ഒരു സബ്സെറ്റാണ്. മീൻസ് ഇത് റിലേഷൻ പോലെ ഇരിക്കും, എന്നായിട്ട് റിലേഷനും അല്ല. ഫാദർ ഓഫ്, ഫ്രണ്ട് ഓഫ്, അങ്ങനെയൊക്കെ വരുന്നതാണ്. ഓക്കെ, പ്രോപ്പർ റിലേഷൻ അല്ല. ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ, ഫംഗ്ഷനായിട്ട് എഴുതുമ്പോൾ ഇതെങ്ങനെ എഴുതും, ഫാദർ ഓഫ് അപ്പു, അപ്പുവിൻ്റെ അച്ഛൻ, അങ്ങനെയൊക്കെ പറയുന്നത്. ജസ്റ്റ് ബ്രദർ, അത് രണ്ടും സെയിമാണ്, പക്ഷേ ഫംഗ്ഷൻ ഈസ് കൺസിഡർ ആസ് എ സബ്സെറ്റ്. റിലേഷൻ്റെ എക്സാമ്പിൾ യൂസ് ചെയ്യുന്ന തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇപ്പോൾ FOL ചോദിക്കുമ്പോൾ രണ്ട് സെൻറ്റൻസ് ഇതിൽ ഓർത്ത് വയ്ക്കണം. നമ്മുടെ എന്താ അതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പ്രപ്പോസിഷണൽ ലോജിക്കിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് പ്രെഡിക്കേറ്റ് ലോജിക്ക് എന്ന് പറയും. വേൾഡിനെ മോഡൽ ചെയ്യാൻ 4 കാര്യങ്ങൾ വേണം. OPRF, ഒബ്ജക്റ്റ്, പ്രോപ്പർട്ടീസ്, റിലേഷൻ, ഫംഗ്ഷൻ. ഇനി നമ്മുടെ സിൻറ്റാക്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ ലോജിക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അപ്പം അതിൽ ഒന്നാമത്തത് സെൻറ്റൻസ് ആണ്. സെൻറ്റൻസ് എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. ഒന്നുകിൽ അറ്റോമിക് സെൻറ്റൻസ് ഓർ കോംപ്ലക്സ് സെൻറ്റൻസ്, 2 രീതിയിലുള്ള സെൻറ്റൻസ് ഉണ്ട്. അറ്റോമിക് സെൻറ്റൻസ് എന്താണെന്ന് വെച്ചാൽ, അറ്റോമിക് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ലോജിക്കിൻ്റെ ബേസിക് സെൻറ്റൻസ് ആണ് അറ്റോമിക് സെൻറ്റൻസ്. ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സപ്പോസ് ഞാൻ അവിടെ ഒരു പേര് എഴുതുക, ഗോപിക ആൻഡ് ഗൗരി ആർ ഫ്രണ്ട്സ്. ഇതൊരു അറ്റോമിക് സെൻറ്റൻസ് ആണ്. ഇതൊരു സെൻറ്റൻസാണ്. ഇതിന് അറ്റോമിക് സെൻറ്റൻസിൻ്റെ മോഡൽ എഴുതുന്നെങ്കിൽ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഓഫ് ഗോപിക കോമ ഗൗരി. ഇതാണ് അറ്റോമിക് സെൻറ്റൻസിൻ്റെ എഴുതേണ്ട ഒരു മോഡൽ. അതായത് ഇവിടുത്തെ പ്രെഡിക്കേറ്റ് ഏതാണെന്ന് നോക്കണം. നമ്മുടെ തന്നേക്കുന്ന ഗീവൺ സെൻറ്റൻസിൽ അത് ഫ്രണ്ട്സ് ആണ്. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ടാണ്. ടേംസ് ഏതാണെന്ന് നോക്കണം, അത് ബ്രാക്കറ്റിനകത്ത് എഴുതണം. പ്രെഡിക്കേറ്റ് ആദ്യം എഴുതണം, ടേംസ് ബ്രാക്കറ്റിനകത്ത് എഴുതണം. അതാണ് അറ്റോമിക് സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ അത് തന്നെ പറയുന്നത്, ഒന്നുകിൽ പ്രെഡിക്കേറ്റ് മാത്രം എഴുതുന്നതുമുണ്ട്. അതായത് ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രം, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് മാത്രം എഴുതുക. ഓർ പ്രെഡിക്കേറ്റ്സ് ഓഫ് ടേം 1, ടേം 2, ടേം 3 അതുപോലെ എഴുതണം. ഇനി കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഇത്രയും ടൈപ്പിലുണ്ട്.
ഒന്നുകിൽ നമുക്ക് സെൻറ്റൻസ് ഓർ സെൻറ്റൻസ്, അതായത് 2 സെൻറ്റൻസിന് ഓർ ഇട്ട് എഴുതാം, അല്ലെങ്കിൽ നെഗേഷൻ ഓഫ് സെൻറ്റൻസ് എഴുതാം, 2 സെൻറ്റൻസിന് ആൻഡ് ഇട്ട് എഴുതാം. ഇത് ഓർ എന്നാണ് അർത്ഥം വെച്ചാൽ പല പോസിബിലിറ്റീസ്. അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ഡിസ്റ്റിങ്ഷൻ എഴുതാം, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഇംപ്ലൈസ് അനദർ സെൻറ്റൻസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 സെൻറ്റൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അതായത് ഡബിൾ ഇംപ്ലൈസ് വെച്ചിട്ട് എഴുതാം. പിന്നെ ക്വാണ്ടിഫയർ വേരിയബിൾ സെൻറ്റൻസ് ആ ഒരു ഫോർമാറ്റിലും എഴുതാം. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി ക്വാണ്ടിഫയർ എന്താണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മുടെ സിൻറ്റാക്സിൽ വരുന്ന, ഒന്ന് സെൻറ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അറ്റോമിക് സെൻറ്റൻസും ഉണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസും ഉണ്ട്. അറ്റോമിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രെഡിക്കേറ്റ് മാത്രം വരും, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ഓഫ് ടേം എന്ന് വരും. കോംപ്ലക്സ് സെൻറ്റൻസ് ഒരുപാട് രീതിയിലുണ്ട്. സെൻറ്റൻസ് ഉണ്ട്, നെഗേഷൻ സെൻറ്റൻസ് ഉണ്ട്, സെൻറ്റൻസ് ഡിസ്റ്റൻഷൻ സെൻറ്റൻസ്, സെൻറ്റൻസ് കൺജങ്ഷൻ സെൻറ്റൻസ്, സെൻറ്റൻസ് ഇംപ്ലൈസ് സെൻറ്റൻസ്, സെൻറ്റൻസ് ഡബിൾ ഇംപ്ലൈസ് സെൻറ്റൻസ്, ക്വാണ്ടിഫയർ വേരിയബിൾ സെൻറ്റൻസ്, ഇത്രയൊക്കെ ഉണ്ട്. ടേംസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന പ്രെഡിക്കേറ്റ് ഓഫ് ടേംസ് പോലെ ഫങ്ഷൻ ഓഫ് ടേംസ്, അതായത് ഇപ്പം എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ് അങ്ങനെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടേംസ് എ അല്ലെങ്കിൽ ഒരാളുടെ പേര് ജോൺ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക. അല്ലെങ്കിൽ വേരിയബിൾ ടേംസ് എ എക്സ് എസ് അങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ടേംസ് 3 രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക: ഫങ്ഷൻ ഓഫ് ടേം, കോൺസ്റ്റൻറ്റ്, വേരിയബിൾ. ഇനി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ X1 ജോൺ, മാളു അങ്ങനത്തെ നെയിംസും കാര്യങ്ങളൊക്കെ. ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് കോൺസ്റ്റൻസിൽ വരുന്നത്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റേഴ്സ് വരും. ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചതാണ്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ സിമ്പലാണ് ഈ എ തിരിച്ചിട്ട സിമ്പൽ. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൻ്റെ സിമ്പലാണ് ഈ ചരിച്ചിട്ട സിമ്പൽ. ഓക്കെ, പിന്നെ പ്രെഡിക്കേറ്റ്സ്, ട്രൂ പ്രെഡിക്കേറ്റ്, ഫോൾസ് പ്രെഡിക്കേറ്റ്, പിന്നെ അല്ലാതെ വേർഡ്സ് ഇല്ലേ, ലവ്സ്, റെയിനി, അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ ഫ്രണ്ട്സ്, അതുപോലത്തെ സാധനങ്ങൾ. പിന്നെ ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നോക്കിക്കേ, മദർ ഓഫ് ഗോപിക, അതിൻ്റെ അർത്ഥം എന്താ? ഗോപികയുടെ അമ്മ. ലെഫ്റ്റ് ലെഗ് ഓഫ് കിങ്ങിൻ്റെ ലെഫ്റ്റ് ലെഗ്. ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ, എക്സാമ്പിൾ. പിന്നെ ഓപ്പറേറ്റർ പ്രസിഡൻസ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഈക്വൽ, ആൻഡ്, ഓർ, ഇംപ്ലൈസ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, നെഗേഷൻ. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് സെൻറ്റൻസ് ഉണ്ട്, അറ്റോമിക് സെൻറ്റൻസ് ഉണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ട്, ടേംസ് ഉണ്ട്, ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്, പിന്നെ എന്താണ് നമ്മുടെ പ്രെഡിക്കേറ്റ്സ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, ഓപ്പറേറ്റർ പ്രസിഡൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സിൻറ്റാക്സ് ഓഫ് FOL.